അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കസ്റ്റം കോമ്പോണൻറ്റ്സ് പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പ്രോപ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇനിയുള്ള റിയാക്ട് നേറ്റീവിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ പ്രോപ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇതെന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് കോമ്പോണൻറ്റുകൾ ഉണ്ടാക്കി, കസ്റ്റം കോമ്പോണൻറ്റുകൾ ഉണ്ടാക്കി. പക്ഷേ ആ കസ്റ്റം കോമ്പോണൻറ്റുകൾക്ക് നമുക്കായിട്ട് കസ്റ്റം പ്രോപ്പർട്ടീസ്, കസ്റ്റം അല്ലെങ്കിൽ ആ കോമ്പോണൻറ്റിനുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ ക്യാറ്റ് എന്നുള്ള എക്സാമ്പിൾ കണ്ടു. അപ്പോൾ നമ്മൾ ക്യാറ്റ് എന്നുള്ള എക്സാമ്പിളിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഓരോ ക്യാറ്റുകൾക്ക് ഓരോ പേര് കൊടുക്കുകയാണ് അവർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ ക്യാറ്റ് എന്ന് പറഞ്ഞുള്ള ക്ലാസ്സിൽ ഒരു പ്രോപ്സ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിട്ട് കൊടുത്തിട്ട് അവർ എന്നിട്ട് അതിൻ്റെ ഈ കഫേ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അവർ ഓരോ ക്യാറ്റിനും നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നെയിം അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് ഇവരിവിടെ ഒരു കസ്റ്റം പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരതിനെ യൂസ് ചെയ്യണത്. നമുക്കിപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മളുടെ ആനിമൽ എന്ന് പറഞ്ഞൊരു കസ്റ്റം കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ആൻ ആനിമൽ എന്നുള്ളത് മാത്രമേ ഈ കസ്റ്റം കോമ്പോണൻറ്റ് എത്ര യൂസ് ചെയ്താലും വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാൻ എന്താ വെച്ചാൽ, നമുക്കിവിടെ ഒരു ആനിമലിന് പേര് നമുക്ക് കസ്റ്റമായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഈ പേര് പ്രോപ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ഇങ്ങനെ കൊടുത്തേക്കണം. നമ്മൾ JSXൻ്റെ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞു, നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ XMLൻ്റെ ഒപ്പം തന്നെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് JSX എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ നെയിം എന്നുള്ളത് പ്രോപ്സിൻ്റെ ഉള്ളിലത്തെ നെയിമായിട്ടാണ് ഞാൻ കണക്കാക്കപ്പെടുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ വരെ വരുള്ളൂ. ഞാൻ സേവ് ചെയ്ത് കാണിച്ചു തരാം. ദിസ് ഈസ് ആൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, app.jsൽ വന്നു കഴിഞ്ഞാൽ ഈ ആനിമലിന് നമ്മൾ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ആനിമലിന് ഒരു പേര് കൊടുക്കുകയാണ്. അതൊരു ക്യാറ്റാണെന്നുള്ളത്. അപ്പോൾ ദിസ് ഈസ് എ ക്യാറ്റ് അങ്ങനെ വരും. അപ്പോൾ app.jsൽ വന്നിട്ട് നമുക്ക് ഈ ആനിമലിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. ഇത്തവണ നമുക്ക് ക്യാറ്റ് മാറ്റിയിട്ട് ഡോഗ് ആക്കാം. അപ്പോൾ ദിസ് ഈസ് എ ഡോഗ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെ കൊടുക്കാൻ ഉള്ളതാണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 4 ആനിമൽസിനെ കിട്ടി. ഇതുപോലെ ഇതൊരു എക്സാമ്പിൾ മാത്രം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമായിട്ടുള്ള കോമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടീസും കൊടുക്കാം. അതിന് അനുയോജ്യമായിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ പ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മളെ കസ്റ്റം കോമ്പോണൻസിന് മാത്രമല്ല, റിയാക്ട് നേറ്റീവിൻ്റെ കോർ കോമ്പോണൻസ് ആയിട്ടുള്ള ടെക്സ്റ്റ്, വ്യൂ, ഇമേജ്, ഇതിനെല്ലാം നമുക്ക് അതിനായിട്ടുള്ള കോമ്പോണൻസുകൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ അതിന് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണൻ്റ് എടുത്ത് അതിന് സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി അക്സെപ്റ്റ് ചെയ്യുക ഒരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിൽ URI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അക്സെപ്റ്റ് ചെയ്യും. ഈ URI എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആ ഇമേജിനുള്ള ഫയലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു URL ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇമേജ് ഒരു ക്യാറ്റിൻ്റെ ഒരു ഇമേജ് അവിടെ വന്നു. കാരണം ആ സോഴ്സിൻ്റെ ഉള്ളിൽ അവരൊരു URL, ക്യാറ്റിൻ്റെ ഒരു ഇമേജ് ഇരിക്കുന്ന URL വെച്ച് കൊടുത്ത കാരണം അവർക്ക് ആ ഇമേജ് അവിടെ കിട്ടി. അപ്പോൾ അതുപോലെ കോർ കോമ്പോണൻറ്റുകൾക്ക് ഒക്കെ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ കഴിയും. സ്റ്റൈൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു, പല സ്ഥലത്തും സ്റ്റൈൽ ഉപയോഗിച്ചു. സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഒട്ടുമിക്ക എല്ലാ കോർ കോമ്പോണൻറ്റുകൾക്കും വരുന്നൊരു പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമുക്ക് ഇമേജിനുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയണത്. പിന്നെ നമുക്കൊരു ചെറിയൊരു യെല്ലോ ബോക്സിലൂടെ കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, ഡബിൾ കേളി ബ്രേസ് നമ്മൾ കൊടുക്കും ചില സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇമേജ് കൊടുക്കുന്ന സ്ഥലത്ത് ഡബിൾ കേളി ബ്രേസ് കൊടുത്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ ആനിമലിൻ്റെ പേര് കൊടുത്തത് അതൊരു സ്ട്രിങ് ആയിരുന്നു. ഇതുപോലെ ഒരു ഫിഷ്, അത്രയും നമുക്ക് കൊടുത്തുള്ളൂ. അതുപോലെ നമുക്ക് എറേ ആയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു എറേ പോലെയാണ് കൊടുത്തേക്കണം. അതുപോലെ ജസ്റ്റ് ഒരു നമ്പർ ഇൻറ്റിജർ ആയിട്ടുള്ള കൊടുക്കാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കേളി ബ്രേസിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെയും ഒരു കേളി ബ്രേസ് ഇട്ടിട്ട് ഒബ്ജക്റ്റിൻ്റെ സിൻടാക്സിലായിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഫസ്റ്റ് കേളി ബ്രേസ് എന്ന് പറയുന്നത് നമ്മളെ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള കേളി ബ്രേസ്. രണ്ടാമത്തെ കേളി ബ്രേസ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് രണ്ടാമത്തെ കേളി ബ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ
ഡബിൾ കേളി ബ്രേസിനെ പറ്റിയിട്ട് പറയണത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസിന് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ പാർട്ടാണ് റിയാക്റ്റിൻ്റെ. പ്രോപ്സ് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടി, ഒരു കോമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി, ആ കോമ്പോണൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. നമുക്ക് ഇവർ പറയണതെന്ന് വെച്ചാൽ കോമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് കോമ്പോണൻറ്റിനെ കൺഫിഗർ ചെയ്യാമെന്ന് പറയണം. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ കോമ്പോണൻറ്റിൻ്റെ ഒരു പേഴ്സണൽ ഡാറ്റ സ്റ്റോറേജ് ആണ്. അതായത് ആ ഒരു കോമ്പോണൻറ്റിന് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ് കീപ്പ് ചെയ്യും. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡാറ്റ യൂസറിൻ്റെ ഓരോ ഇൻപുട്ടിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഡാറ്റ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യും, നമ്മൾ ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്റ്റ് ബോക്സ് ഇരിക്കുന്നത് ഒരു കോമ്പോണൻറ്റിലാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ടെക്സ്റ്റ് ബോക്സിന് വരുന്നത് എന്നുള്ളതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവിക്കുന്നത്. അപ്പോൾ ഈ യെല്ലോ ബോക്സിലും അവർ അത് തന്നെയാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് കോമ്പോണൻറ്റിന് കോൺഫിഗർ ചെയ്യുമെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഡാറ്റനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റിയാക്ട് നേറ്റീവ് ഡോക്യുമെൻറ്റേഷനിൽ മറ്റേ ക്യാറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു സംഭവമാണ് ചെയ്യണത്. അവരെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരൊരു സ്റ്റേറ്റ് ചേഞ്ച് അവിടെ വരുത്തുകയാണ്. അതായത് ഇവിടെ 2 ഹംഗ്രി ആയിട്ടുള്ള ക്യാറ്റുകൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്യാറ്റിൻ്റെ പേര് മെൻകുസ്ട്രാപ്പ് എന്നാണെങ്കിൽ മറ്റേ ക്യാറ്റിൻ്റെ ഒരു സ്പോട്ട് അങ്ങനെ വെച്ചിട്ട് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഈസ് ഹംഗ്രി എന്നുള്ളത് ട്രൂ ആയി മാറും. ട്രൂ ആയി മാറുമ്പോൾ ഈ ക്യാറ്റിൻ്റെ വിശപ്പ് മാറി, അത് ഫുള്ളായി. അതുപോലെ എന്നിട്ട് ഇവർ സെയിം ക്യാറ്റിനെ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ ഈ ഈസ് ഹംഗ്രി ട്രൂ ആയിരിക്കും കണ്ടത്, സ്റ്റേറ്റ് ഈസ് ഹംഗ്രി ട്രൂ ആക്കും. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റേറ്റ് മാറ്റിയിട്ട് അവർ ഈസ് ഹംഗ്രീനെ ഫോൾസ് ആക്കും. ഫോൾസ് ആക്കുമ്പോൾ അതിൻ്റെ ഹങ്കർ പോവും, അപ്പോൾ അത് ഫുള്ളാവും. അപ്പോൾ അങ്ങനെ ഇത് ചെറിയൊരു എക്സാമ്പിളാണ് ഇവരിവിടെ ചെയ്യണത്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറൊരു എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ബോക്സിൻ്റെ എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നേരത്തെ നമ്മളുടെ ആനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്തത് നമുക്ക് തൽക്കാലം എടുത്തു കളഞ്ഞിട്ട് നമുക്ക് അവിടെ ടെക്സ്റ്റിന് പകരം ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണൻ്റാണ് ഈ ടെക്സ്റ്റ് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് വന്നു. നമുക്കിതിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിവിടെ വേറൊരു ടെക്സ്റ്റ് വെക്കാൻ പോകണം. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണ വാല്യൂ ആയിരിക്കണം ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ വരേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ടെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരത്തെ ഇവിടെ നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ്, ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്. ഇത് ക്ലാസ് ബേസ്ഡ് കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഇൻപുട്ട് ടെക്സ്റ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇനി ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാം, മുകളിൽ ഒരു ടെക്സ്റ്റും കാണാം. പറഞ്ഞുള്ളത് ഐഡിയ സൂപ്പർ ക്ലാസ്സിന് ഇവിടെ എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല, കാരണം ഇവിടെ ബ്ലാങ്ക് ആണ്. പിന്നെ നമ്മൾ ഇവിടെ അടിക്കുന്ന ടെക്സ്റ്റ് ഇവിടെ വരും എന്നുള്ളതാണ്. ഞാൻ സ്റ്റേറ്റ് വെച്ചിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യണം. അതായത് ഞാനിവിടെ ടെക്സ്റ്റ് ബോക്സിൽ അടിക്കണ ഓരോ ലെറ്റേഴ്സും ഇതിൻ്റെ ഈ ഒരു കോമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റ്
ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞ കോമ്പോണൻറ്റിന് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഓൺ ചേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിനെ സ്റ്റേറ്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലേക്ക് ഇൻപുട്ട് ടെക്സ്റ്റിനെ നമ്മളുടെ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് നമുക്ക് ഈ ടെക്സ്റ്റിനെ വെച്ച് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റേറ്റ് ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് മാറുന്നതിനനുസരിച്ച് ഈ ടെക്സ്റ്റ് എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. ഞാനിവിടെ കാണിച്ചാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓൺ ചേഞ്ച് ടെക്സ്റ്റ് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഓൺ ചേഞ്ചും ഓൺ ചേഞ്ച് ടെക്സ്റ്റും. ഓൺ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടെക്സ്റ്റ് ആയിരിക്കും അതിൻ്റെ പാരാമീറ്റർ ആയിട്ട് വരാം. പക്ഷേ ഓൺ ചേഞ്ചിൽ ഒരു ഇവൻ്റാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് പറ്റി. അപ്പോൾ അതാണ് എറർ വരാൻ കാരണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സേവ് ചെയ്യുമ്പോൾ ദിസ് ഈസ് മൈ ടെക്സ്റ്റ് ഉണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്യണതിനനുസരിച്ച് ഇവിടെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനത് റിമൂവ് ചെയ്യണതിനനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും. കാരണം എൻ്റെ യൂസറിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് സ്റ്റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും തോറും ഈ കോമ്പോണൻറ്റിനെ പിന്നെയും റീറെൻഡർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബിൽഡ് ഫംഗ്ഷനാണ്. ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഒരു കോമ്പോണൻറ്റിൻ്റെ റെൻഡർ ഫംഗ്ഷൻ വീണ്ടും റീലോഡ് ചെയ്യും, റീറെൻഡർ ചെയ്യാമെന്ന് പറയും. റീറെൻഡർ ചെയ്യുമ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് എലമെൻറ്റുകളെല്ലാം രണ്ടാമത് റെൻഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ തവണ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് റീറെൻഡർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പുതിയ അടിച്ച ലെറ്റർ വന്ന് കയറി അത് വന്ന് കയറുമ്പോൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു, രണ്ടാമത് റെൻഡർ ചെയ്തു, അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഫ്ലോ. സ്റ്റേറ്റ് ചേഞ്ചിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മ ഉടനീളം റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻസ് ഇത് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റേഷനിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ക്ലാസ് കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ് കോമ്പോണൻറ്റും ഫങ്ഷണൽ കോമ്പോണൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും അതിൻ്റെ കോഡ് എഴുതുന്ന രീതി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫങ്ഷണൽ കോമ്പോണൻറ്റിൽ വരികയാണെങ്കിൽ കുറച്ച് നമ്മൾ ഹുക്സുകൾ ഉപയോഗിക്കണം. ഹുക്സുകളെ പറ്റി നമുക്ക് വേറെ ചെയ്യാം. തൽക്കാലം ഞാൻ ഇതാണ് ഹുക്സ്. ഈ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഹുക്കായിട്ട് വരുന്നത്. റിയാക്റ്റിൻ്റെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഈ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ക്ലാസ് കോമ്പോണൻ്റാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് അതിനെ നമുക്ക് ഫങ്ഷണൽ കോമ്പോണൻ്റ് ആക്കിയിട്ട്, അപ്പോൾ ഇതിന് റെൻഡർ ഫംഗ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, റിട്ടേൺ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് റിയാക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഹുക്കിനെ നമുക്ക് എടുക്കാം. നമുക്കിവിടെ നേരത്തെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ വേരിയബിൾ ഇങ്ങനെ ഒരു അറേ ഡിക്ലറേഷൻ ആക്കിയിട്ട് നമുക്ക് ഇൻപുട്ട് ടെക്സ്റ്റ് അതുപോലെ സെറ്റ് ഇൻപുട്ട് ടെക്സ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിവിടെ യൂസ് സ്റ്റേറ്റ് വിളിക്കാം. എന്നിട്ട് യൂസ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡീഫോൾട്ട് വാല്യൂ, അതായത് നമ്മൾ നേരത്തെ ക്ലാസ് ജസ്റ്റ് ഒരു കോഡ്സ് മാത്രമേ കൊടുത്തിട്ടുണ്ടുള്ളൂ, അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഇട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും അതുപോലെ ഡീഫോൾട്ട് വാല്യൂ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ സെറ്റ് സ്റ്റേറ്റ് അല്ല വിളിക്കേണ്ടത്, സെറ്റ് ഇൻപുട്ട് ടെക്സ്റ്റ് എന്നുള്ളതാക്കിയിട്ട് വിളിക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഇവിടെ ഈ ദിസ് ഡോട്ട് സ്റ്റേറ്റ് വേണ്ട, നേരിട്ട് നമുക്ക് ഇൻപുട്ട് ടെക്സ്റ്റ് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് അതിനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് അവിടെ മോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫങ്ഷണൽ കോമ്പോണൻറ്റും ക്ലാസ് കോമ്പോണൻറ്റും തമ്മിൽ സ്റ്റേറ്റിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം. ഫങ്ഷണൽ കോമ്പോണൻറ്റ് യൂസ് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. പറഞ്ഞ പോലെ കോഡുകൾ കുറവാണ്. പിന്നെ ഇപ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആണല്ലോ ഇപ്പോൾ കൂടുതലും. അപ്പോൾ ഫങ്ഷണലായിട്ട് ചെയ്യാം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം.
ക്ലാസ് കുറച്ചും കൂടിയും ട്രഡീഷണൽ വേ ആണ്. ക്ലാസ്സായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടും ചെയ്യാം, ഫങ്ഷണൽ വെച്ചിട്ടും ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് 2 തരത്തിലും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡോക്യുമെൻറ്റേഷനിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഇവരുടെ ക്യാറ്റിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പിന്നീടുള്ള കാര്യങ്ങൾ പറയണത്. അതുപോലെ ഹുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു യെല്ലോ ബോക്സിൽ പറയണത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ഈ ഇതിലുള്ള എക്സാമ്പിൾ തന്നെ നിങ്ങൾക്കും ചെയ്ത് നോക്കാമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ ബട്ടൺ വെച്ചിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു യെല്ലോ ബോക്സിൽ അതേ കാര്യം തന്നെ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് എന്ന് പേര് വിട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കൺവെൻഷണൽ രീതി. പിന്നെ അതുപോലെ ഇവിടെ നമ്മളിപ്പോൾ എല്ലാം വ്യൂ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണല്ലോ ടെക്സ്റ്റ് ഇൻപുട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ കേസിലും ഇതുപോലെ റാപ്പിംഗ് എലമെൻ്റ് ആയിട്ടുള്ള വ്യൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടതിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒന്നും വ്യൂ അല്ലെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ് കൊടുക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, എറർ അടിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ വ്യൂ കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമ്മളുടെ റിയാക്ട് ഫണ്ടമെൻ്റൽസ് നമുക്ക് പറയാനുള്ളത്. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.